സ്വാഗതം. ടാരോട്ട് ഒറാക്കിൾ ബൈ ഇന്ദിര എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഇന്ന് പതിവുപോലെ 51 അക്ഷരങ്ങളിൽ ഇന്ന് കലാദേവിയാണ് വന്നിരിക്കുന്നത്. കലാദേവിയുടെ സന്ദേശം: നിങ്ങളുടെ ആന്തരിക വാസനകളെ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാവർക്കും എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും. ഒരു കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ചിലവർക്ക് ഡാൻസ് കളിക്കാനായിരിക്കുള്ള വാസന, ചിലവർക്ക് പാട്ട് പാടാനാവും, ചിലവർക്ക് ചിത്രം വരയ്ക്കാനാവും, ചിലവർക്ക് എഴുതാനാവും. അങ്ങനെ എന്തെങ്കിലും ഒരു വാസനകളില്ലാത്തവരായിട്ട് ആരുമില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആന്തരിക വാസനകളെ നമ്മൾ വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് പറയുന്നത്. ചിലർക്ക് സ്പോർട്സിലാവും, ചില കുട്ടികൾ പഠിക്കാൻ കുറച്ച് മോശമായാലും അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അവർ വളരെ കഴിവുള്ളവരായിരിക്കും. സ്പോർട്സിന് കഴിവുള്ള കുട്ടികളുണ്ടാവും, പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികൾ, ഡാൻസ് കളിക്കാൻ, ചിത്രം വരയ്ക്കാൻ, എഴുതാൻ ഒക്കെ. അങ്ങനെ പല കുട്ടികൾക്കും പല കഴിവുകളാണ്. ഒരു കഴിവില്ലാത്തവരായിട്ട് ഈ ഭൂമിയിൽ ആരുമില്ല. എന്തെങ്കിലും ഒരു ആന്തരികമായ വാസന എല്ലാവരിലും ഉണ്ടാകും. അത് ആ സോളിൻ്റെ പർപ്പസാണ്. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ച് ആ ആന്തരിക വാസനകളെ കണ്ടുപിടിച്ച് അത് വളർത്തിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അത് നമുക്ക് സന്തോഷവും നൽകും. കാരണം അത് നമ്മുടെ ആത്മാവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷവും കിട്ടും. മാത്രമല്ല അത് നമുക്ക് വളരെ ഉയരത്തിൽ ആ കഴിവ് പ്രകടിക്കുമ്പോൾ എത്താനും സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കലാദേവിയുടെ സന്ദേശം. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.